Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannapara Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ. മഞ്ചേരി സബ് ജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ 7, 8, 9 തീയതികളിലായി എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേഖലകളിൽ മഞ്ചേരി സബ് ജില്ലയിലെ 168 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. മഞ്ചേരി സബ് ജില്ലാ ശാസ്ത്രോത്സവം അടുത്ത മാസം 7, 8, 9 തീയതികളിൽ എടവണ്ണ IOHS വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, നമ്മളെ സ്വസംഘ യോഗത്തിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ജില്ലാ ശാസ്ത്രമേളയേക്കാൾ ഏറെ ആളുകൾ പങ്കെടുക്കുന്ന, പങ്കാളിത്തം കൊണ്ട് അതിലും വലിയ ഒരു പരിപാടിയായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 3500ഓളം വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമായി ഈ സ്കൂളിൽ എത്തുകയാണ്. നമുക്കറിയാം, ശാസ്ത്രമേളയിൽ പുതിയ കാലത്തിൻ്റെ പുതിയ തലമുറയുടെ കുറേ കണ്ടെത്തലുകൾ നമ്മളെ പുതിയ ആളുകൾക്ക് പരിചയപ്പെടുത്താനും കുട്ടികളുടെ ശാസ്ത്രബോധത്തെ നല്ല രീതിയിൽ പരിപോഷിക്കുന്നതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ശാസ്ത്രോത്സവം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശാസ്ത്രോത്സവം ഒക്ടോബർ 7, 8, 9 തീയതികളിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എടവണ്ണ IOHS വിപുലമായിട്ട് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 505 അംഗ കമ്മിറ്റി തന്നെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. പല കമ്മിറ്റികളും നമ്മൾ സബ് കമ്മിറ്റികളായിക്കൊണ്ട് ഇതിൽ നമ്മൾ പല ആസൂത്രണങ്ങളൊക്കെ ചെറുതായിട്ട് നടത്തിയിട്ടുണ്ട്. 3500ഓളം കുട്ടികൾ ഈ സബ് ജില്ലയിലെ 168 സ്കൂളുകളിൽ നിന്നായി 3500ഓളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള ഭാരിച്ച ഒരു ചുമതല തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ എല്ലാ വിധത്തിലും അധ്യാപകർക്ക് പുറമെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി, PTA കമ്മിറ്റി, നാട്ടിലെ നല്ലവരായ സന്നദ്ധ പ്രവർത്തകർ, ഇങ്ങനെ തുടങ്ങുന്ന നാനാജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പഴയ മാനുവൽ പ്രകാരമായിട്ടാണ് മേള നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പുതിയ പരിഷ്കരിച്ചുകൊണ്ട് മാനുവൽ ഇറക്കിയിരുന്നു. അത് കുട്ടികൾക്കിടയിലും അധ്യാപകർക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ശാസ്ത്രമേള പഴയ മാനുവൽ പ്രകാരമാണ് നടക്കുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളുടെ സയൻസ്, ഗണിത ക്യൂസ് എന്നിവ ഈ മാസം 26-നും സാമൂഹിക ശാസ്ത്ര ക്യൂസ് ഒക്ടോബർ 3-നും നടക്കും. 3500 കുട്ടികൾക്ക് മേളകൾ നടത്തുന്നതിനുള്ള വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് 505 അംഗ സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. ഈ വർഷത്തെ ശാസ്ത്രോത്സവം പഴയ മാനുവൽ പ്രകാരമാണ് നടത്തേണ്ടതെന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. സ്വാഗത സംഘം ഭാരവാഹികളായ ചെയർമാൻ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. അഭിലാഷ്, വർക്കിംഗ് ചെയർമാൻ സ്കൂൾ മാനേജർ കല്ലിങ്ങൽ റഷീദ്, ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ M. അബ്ദുൽ സലീം, ഹെഡ് മാസ്റ്റർ MP അബ്ദുൽ അസീസ്, LP ഹെഡ് മാസ്റ്റർ അബ്ദുൽ നാസർ K, സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി E. അബ്ദുൽ സമദ്, PTA പ്രസിഡന്റ് മെഹബൂബ് ചമല, LP PTA പ്രസിഡന്റ് മുജീബ് റഹ്മാൻ P, പ്രോഗ്രാം കൺവീനർ ഷരീഫ് തുറയ്ക്കൽ, മീഡിയ പബ്ലിസിറ്റി കൺവീനർമാരായ നൌഷാദ് പുലിക്കൽ, മുസ്തഫ കളത്തിങ്ങൽ, പബ്ലിസിറ്റി വൈസ് ചെയർമാൻ സുബൈർ CH എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന IT മേളയുടെ IT ക്വിസ് മത്സരം സ്കൂളിലെ IT ലാബിൽ വെച്ച് നടന്നു. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ എടവണ്ണയുടെയും പരിസര പ്രദേശങ്ങളുടെയും ഒരു ഉത്സവമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും അവർക്ക് കൂടെ വരുന്ന അധ്യാപകർക്കുമൊക്കെ തന്നെ നല്ല രൂപത്തിലുള്ള സ്വീകരണവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കേണ്ടുന്ന ബാധ്യതയാണ് നമുക്കുള്ളത്.
അതിന് സ്കൂൾ അധികൃതരോടൊപ്പം തന്നെ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഈ പരിപാടിയുടെ വിജയത്തിന് ആവശ്യം. നമ്മളെ എടവണ്ണയിലെയും അതുപോലെ തന്നെ നമ്മളെ ഈ സ്കൂളിൻ്റെയും ഇവിടെ പഠിച്ച മുൻ രക്ഷിതാക്കളും എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ എടവണ്ണയ്ക്ക് ഇതൊരു അഭിമാനമായി മാറ്റത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും പിന്തുണയും നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന്, നാട്ടുകാരുടെ അടുത്ത് നിന്ന്, എല്ലാവരുടെ അടുത്ത് നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.